ഹായ് പീപ്പിൾ, ഞാൻ ദി ഇൻസൈഡ് വെഡിക്റ്റ്. അപ്പോൾ ബസൂക്ക മൂവി കണ്ടിട്ട് വന്നതാണ് ഞാൻ ഇപ്പം. അപ്പോൾ ഈ പടത്തിനൊരു റിവ്യൂ ടാഗ്ലൈൻ ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഒരു ആധുനിക നാടകം. കാരണം നമ്മൾ എന്താണ് നാടകത്തിൽ നമ്മൾ കാണുന്നത്, അത് 2025 കുറച്ചും കൂടെ ഫിക്ഷണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊണ്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, ഈവൻ ഒരു പ്രീ ക്ലൈമാക്സ് വരെ. അപ്പോൾ പടം തുടങ്ങി. അപ്പം പിന്നെ മമ്മൂക്കയുടെ എൻട്രി കാർഡുണ്ടല്ലോ, നമ്മുടെ ടൈറ്റിൽ കാർഡ്, അതായത് മെഗാസ്റ്റാർ മമ്മൂട്ടി എന്നുള്ള ടൈറ്റിൽ കാർഡ്. അതിപ്പം ലിയോയ്ക്ക് ശേഷം അങ്ങനെ നമ്മുടെ മമ്മൂക്കും ആ ഒരു ടൈറ്റിൽ കാർഡ് കിട്ടി. അത് രസമുണ്ടായിരുന്നു. അത് ഫോം ചെയ്ത രീതിയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം അതുവരെ എല്ലാവരും ഫാൻ ഷോ ആണ്, എല്ലാവരും ഭയങ്കര കൈയടിയും ബഹളമൊക്കെ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അങ്ങോട്ട് പടം ഞാൻ പറഞ്ഞത്, എനിക്ക് ഈ ഒരു നാടകമായിട്ട് എന്തൊക്കെയോ വെച്ച് കെട്ടാൻ അവർ ട്രൈ ചെയ്യുന്ന രീതിയിൽ അനാവശ്യമായിട്ടുള്ള സീനാണോ എന്തൊക്കെയൊക്കെയോ കാട്ടിക്കൂട്ടുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ആദ്യം വിചാരിച്ചത് എനിക്ക് മാത്രമാണെന്ന്. അതിനൊരു ഇന്റർവെൽ ആയപ്പോഴത്തേക്ക്, ഇന്റർവെൽ ആകുമ്പോൾ ഓരോരുത്തർ എണീറ്റ് പരസ്പരം ഓരോ കമന്റുകളൊക്കെ പറയുമല്ലോ. അപ്പം എനിക്ക് ഈവൻ എൻ്റെ അടുത്തിരുന്ന ഒരു വ്യക്തി ഭയങ്കര കൈയടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ വ്യക്തി തന്നെ പറയാണ്, ഇതിനും ഭേദം ഒന്നും കൂടെ എമ്പുരം പോയി കാണുന്നതൊക്കെ ആയിരുന്നു. അപ്പം അത്രയും ഡൈഹാർഡ് ഫാനായ ഒരു പുള്ളിയാണത്. അത് ഒരു മമ്മൂക്ക ഫാനാണ്. പുള്ളിയുടെ വായിൽ നിന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. അപ്പം എനിക്ക് മാത്രമല്ല ഇത് ഫീൽ ആയത്, എല്ലാവർക്കും പൊതുവെ എന്താണ് ഇവർ ചെയ്യുന്നതെന്നുള്ള രീതിയിലൊക്കെ, പുള്ളി ആരാണെന്നൊക്കെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങളും കാര്യങ്ങളും അതിനൊക്കെ ക്ലൈമാക്സിൽ ഉത്തരവുണ്ട്. പക്ഷെ എന്നിരുന്നാലും അതിൽ ഇന്റർവെല്ലിന് ശേഷം ഒരു ക്യാമിയോ വരുന്നുണ്ട്. അതാണ് ഉറങ്ങിക്കിടന്നൊരു തിയേറ്ററിനെ ഒന്ന് ഉണർത്തിയത്. ആ ഒരു ക്യാമിയോ പുള്ളി ഇത് ജീവിക്കുമായിരുന്നു കേട്ടോ. പുള്ളിക്ക് അഭിനയിക്കേണ്ട കാര്യമില്ല. കാരണം പുള്ളി എന്താണോ അത് ഭയങ്കരമായിട്ട് നമുക്ക് ആ ഒരു നിപ്പൊക്കെ ഉണ്ട്. അത് നമുക്ക് കറക്റ്റ് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു. എനിക്കത് പുള്ളി അതിൽ കൊണ്ടുവന്ന നല്ലൊരു കറക്റ്റ് കാസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. അപ്പം അങ്ങനെ വെച്ച് പറയുകയാണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞത്, നമുക്ക് ലാലേട്ടൻ മെൻസിനും ആറാട്ട് എന്നൊരു സിനിമ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂക്കയ്ക്ക് അത് ബസൂക്കയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് പിന്നെ എനിക്ക് തോന്നുന്നു പുള്ളി എല്ലാവരും കൂടി കണ്ണ് വെച്ചാൽ തോന്നുന്നു കേട്ടോ. അടുപ്പിച്ച് എത്ര വിജയമായിരുന്നു. കണ്ടിന്യൂസ്ലി ഇക്കയ്ക്ക് ഭയങ്കര ഒരു വിജയമായിരുന്നില്ല, നല്ലൊരു സ്റ്റേജിലായിരുന്നു. എനിക്ക് എല്ലാവരും കൂടി കണ്ണ് വെച്ചിട്ടാന്ന് തോന്നുന്നു. അപ്പം കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്ന നല്ലതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം ക്ലൈമാക്സ് വരെ എന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള സീൻ, എന്തിനാണ് ഇവിടെ ഇതൊക്കെ ചെയ്യുന്നതെന്ന് തോന്നിപ്പോയി. പക്ഷെ ക്ലൈമാക്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഓക്കെ, ഈ സീനൊക്കെ അനിവാര്യ. ഇതിന്റെ ഇടയ്ക്കൊക്കെ ഒരു മറ്റേ ട്രാവലിംഗിന്റെ ഇടയിൽ ഒരു ഫൈറ്റ് സീൻ വരുന്നുണ്ട്. ഫൈറ്റ് സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഗൺഷോട്ടും പരിപാടികളാണ്. ഇത്രയും ഒരു ഭീകര അന്തരീക്ഷത്തിന് ശേഷം, ഒരു ഭീകരം ആയിട്ടുള്ളൊരു സംഭവം നടന്നതിന് ശേഷം തിരിച്ച് ഇവരെല്ലാവരും യാത്ര ചെയ്യുമ്പോൾ കിടന്നുറങ്ങുകയാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മളൊരു യാത്രയ്ക്ക് പോകുമ്പോൾ ഒരു ഭയങ്കര ഒരു ടെററിസ്റ്റ് അറ്റാക്ക് പോലൊരു അറ്റാക്ക് അവിടെ നടന്നിട്ട് തിരിച്ച് സുഖമായിട്ട് ഉറങ്ങി പോകുന്ന രംഗങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ടൊക്കെ തോന്നിയത്. ഇതൊക്കെ ഒരു ഡെയിലി അവിടെ നടക്കുന്ന ഒരു സംഭവമാണെന്നുള്ള രീതിയിലാണ് കാണിച്ചു പോയേക്കുന്നത്. അത് സിനിമ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്താണ് ആറാട്ടിന്റെ ക്ലൈമാക്സിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് ഇനി ഈ സിനിമയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പം ഈ പറഞ്ഞ പോലെ അടിപൊളി പടം, എല്ലാവരും പോയി കാണണം, മസ്റ്റ് വാച്ച്.